എലൈറ്റ് എക്സ്പേർട്ടൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റില്ലി മാത്യു. ഞാൻ എലൈറ്റ് എക്സ്പേർട്ടൈസിൽ അഡ്മിൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എലൈറ്റ് എക്സ്പേർട്ടൈസ് ഒരു ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ PEBC, CAPS, ഇന്ത്യൻ ഫാർമസിസ്റ്റ് റിട്ടൺ എക്സാം, ഇന്ത്യൻ ഫാർമസിസ്റ്റ് ഓറൽ എക്സാം, PTE, റീസെൻ്റ് ആയിട്ട് ഓപ്പറ, ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ പഠിപ്പിക്കുന്നവർ മിസ്സസ് ഹാരികയും മിസ്റ്റർ ഹാരിഫ് മുഹമ്മദുമാണ്. ഇവർ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. നമുക്ക് കഴിഞ്ഞ ജൂലൈ ബാച്ചിൽ 95% വിജയ ശതമാനം ഉണ്ടായിരുന്നു ക്യാപ്സ് എക്സാമിന്. അപ്പോൾ കഴിഞ്ഞ ജൂലൈ ബാച്ചിൽ ക്യാപ്സ് എഴുതിയ ആളാണ് ശിവകൃഷ്ണൻ, നമ്മുടെ കൂടെ ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ശിവ. എന്ത് തോന്നുന്നു? താങ്ക് യു. ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് തന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല ഞാൻ പാസ്സാവാന്ന്. എന്നിട്ട് ഒറ്റ പ്രാവശ്യത്തിൽ തന്നെ പാസ്സായതിന് എനിക്ക് ഭയങ്കര ഒത്തിരി സന്തോഷമായി. അതിന് ഒരുപാട് താങ്ക്സ് മാമിനും സാറിനും തന്നെയാണ്. അവരുടെ ഒരു ശരിക്കും അവരുടെ എന്നെക്കാട്ടി കോൺഫിഡൻസ് എല്ലാവരുടെയും കരുതി നമ്മളെക്കാട്ടി കോൺഫിഡൻസ് അവർക്കാണ്. അവരുടെ ആ ഒരു ഒറ്റ പഠിപ്പിക്കൽ കൊണ്ട് മാത്രമാണ് എനിക്ക് പാസ്സാവാൻ പറ്റിയതും എല്ലാം. ഭയങ്കര ഹാപ്പിനെസ്. അപ്പൊ ശിവയുടെ ബാക്ക്ഗ്രൗണ്ട് എവിടെയാ പഠിച്ചത്, എവിടെ ഗ്രാജുവേഷൻ ഫിനിഷ് ചെയ്യുന്നൊക്കെ ഒന്ന് പറയാമോ? ഞാൻ 2018 ഫാർമസി ആണ് കംപ്ലീറ്റ് ചെയ്തത്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസി കൊച്ചിയിലാണ് ഞാൻ പഠിച്ചത്. ഇപ്പൊ ഞാൻ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷമായിട്ട്. ഒരു വർഷം ലാസ്റ്റ് ഒരു 1 ഇയറിലാണ് ഞാൻ തീരുമാനിച്ചത് ക്യാപ്സ് ചെയ്തതാണ്. അപ്പൊ തുടങ്ങി ഞാൻ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കറന്റ്. എന്താണ് ക്യാപ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം? ക്യാപ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം എനിക്ക് വേറൊരു ഫീൽഡിൽ അല്ലെങ്കിൽ ഫാർമസി ആണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പോ കമ്പനിയിലേക്കോ അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് പോകാതെ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതെനിക്ക് ഒത്തിരി നാട്ടിൽ തന്നെ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഇവിടെ ജോബ് നമ്മൾ അത്ര വെൽ ഡിഫൈൻഡ് ഭയങ്കര വലിയ ഇതല്ലെങ്കിൽ പോലും ഞാനത് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോ എനിക്ക് ഫാർമസിസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളപ്പോ പുറത്താണ് അതിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റി. കരിയറിനായാലും ഒരു നല്ലൊരു ഡിഫൈൻഡ് നല്ലൊരു പ്രൊഫഷൻ ആയിട്ടുള്ളതും നല്ലൊരു ഫ്യൂച്ചർ നല്ല രീതിയിൽ പോകാൻ പറ്റുന്നതും എല്ലാം പുറത്തെ രാജ്യങ്ങളിലാണ്. അതിൽ ഓസ്ട്രേലിയക്കാണ് കറക്റ്റ് ആയിട്ടൊരു പാത്വേ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ക്യാപ്സ് ചൂസ് ചെയ്യാം. അത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന പാത്വേ, എക്സാം ഇവിടെ തന്നെ ക്ലിയർ ചെയ്യാം. പിന്നെ അവിടുത്തെ ലൈഫും എല്ലാം നോക്കിയപ്പോ എനിക്ക് ക്യാപ്സ് എഴുതിയെടുക്കുന്നതായിരിക്കും നല്ലത് തോന്നി. എത്ര മന്ത്സ് ക്യാപ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു? ക്യാപ്സിന് വേണ്ടി ഞാൻ മാർച്ചിൽ എഴുതാൻ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു നവംബർ ഡിസംബർ ആയപ്പോഴത്തേക്കും. പക്ഷെ അതിന്റെ സ്കിൽ അസസ്മെന്റ് എനിക്ക് കിട്ടിയില്ല. ആ സമയത്തേക്കും സ്കിൽ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്തില്ല. അത് അവര് ഇനീഷ്യൽസിന് മാച്ചിങ് അല്ല, നെയിം മാച്ചിങ് അല്ലാത്തതുകൊണ്ട് പിന്നെ അതിന്റെ പുറകെ കുറച്ച് നടക്കേണ്ട വന്ന് എനിക്ക് മാർച്ചിലേക്ക് അത് ശരിയാക്കി എടുക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ ജൂലൈ എക്സാം എഴുതാമെന്ന് ആ ഒരു സമയത്തേക്ക് അത് ശരിയായി കിട്ടി. ഞാൻ ഡിസംബറിൽ തുടങ്ങി പ്രിപ്പയർ ചെയ്ത് ആദ്യം മാർച്ച് എഴുതുമെന്ന് വിചാരിച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയായിരുന്നു. പക്ഷെ ജനുവരി ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അത് ചിലപ്പോ ജനുവരി ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് മനസ്സിലായി അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അതെങ്കിലും ഞാൻ വർക്കിന്റെ ഒപ്പം തന്നെ ആ ക്ലാസ് ഒരു ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു 6 months ഞാൻ ക്ലാസ് കാരണം ഫുൾ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഫുൾ ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആ വർക്ക് കഴിഞ്ഞ് വരുന്ന അവേഴ്സ് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ഹെവി ആയിട്ട് പോവാതെ കുറച്ച് ഡെയിലി കുറച്ച് എന്ന രീതിയിലാണ് ഞാൻ പോയത്. എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടോ ക്യാപ്സ് പ്രിപ്പറേഷന്? സ്ട്രാറ്റജി എന്റെ അഭിപ്രായത്തിൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ 3 മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് അതിനു വേണ്ടി നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും. പിന്നെ സ്ട്രാറ്റജി എന്നത് ഓൾറെഡി സാറിന്റെയും മാമിന്റെയും കയ്യിലുണ്ട്. അവരുടെ കയ്യിലുണ്ട് സ്ട്രാറ്റജി. അപ്പൊ ആ സ്ട്രാറ്റജിയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ച് ആ സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം മതി. കാരണം ഓൾറെഡി വർക്ക്ഔട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ നമ്മളായിട്ട് ഒന്നേന്ന് തുടങ്ങേണ്ട ആവശ്യമില്ല. സിലബസ് നോക്കി പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എല്ലാം ആദ്യമേ തുടങ്ങി നോക്കിയോ, അല്ലെങ്കിൽ നമ്മളിപ്പോ കുറച്ച് നാളായല്ലോ പാസ് ഔട്ട് ആയിട്ട്. അപ്പൊ ഓരോ ടോപ്പ് സബ്ജക്ട് എന്താണ്, അതിലെ വിഷയങ്ങൾ എന്താണ്, അതിൽ എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെയാണ് ഇങ്ങോട്ട് വെച്ചതൊന്നും നമ്മളായിട്ട് പോയി കണ്ടുപിടിച്ച് അതിനൊന്നും വേണ്ടി നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യണ്ട. അപ്പൊ നമുക്ക് അത്രയും ടൈമൊക്കെ ലാഭിക്കാം. ജസ്റ്റ് ഇവര് തരുന്ന കാര്യങ്ങൾ വേറെ ഒന്ന് റഫർ പോലും ചെയ്യണ്ട. ഇവര് തരുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇവര് തരുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്ത് മോക്സ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് വരുന്ന ഇമ്പോർട്ടന്റ് ക്ലാസ് റിവിഷൻസ്
അത് മാത്രം ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആകെ കൂടെ നോക്കേണ്ട ഒരേ ഒരു സ്ട്രാറ്റജി. ആ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് കുറെ എക്സാമിന് കുറെ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അത് ടാക്കിൾ ചെയ്യാൻ എങ്ങനെയാണ് എലൈറ്റ് എക്സ്പെർട്ടൈസ് ഹെൽപ്പ് ചെയ്തത്? അത് ഇപ്പോ മാം ആണെങ്കിൽ കുറെ മാമിന്റെ ഡെയിലി ഓരോരോ സ്റ്റോറീസ് നമ്മൾ പറയാറുണ്ടല്ലോ. ഇങ്ങനെ 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 ഒരു സിനാരിയോ, ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഒരു സിനാരിയോ, അപ്പൊ നമ്മൾ അതിനോടും കൂടി എക്സ്പോസ്ഡ് ആവുകയാണ്. അപ്പോൾ ചുമ്മാ ഒരു ക്ലാസ് റൂം ടീച്ചിങ്ങിനേക്കാളും നമ്മൾ ശരിക്കും ഒരു പ്രാക്ടീസിങ് ഫാർമസിസ്റ്റുകളെ പോലെ തന്നെ ചിലപ്പോൾ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് അവർ വന്ന് നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾക്കും നമ്മൾ ഇൻവോൾവ് ആവുന്ന പോലെ തോന്നി. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളായിരിക്കും ചെയ്യുന്നേ എന്ന് നമുക്ക് തന്നെ ഒരു ഒരു നോളജ്, നല്ലൊരു നോളജ് അവിടെ നിന്ന് കിട്ടും. ഈവൻ നമ്മൾ പഠിച്ച കാലത്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഭയങ്കര തറവും നോളജ് നമുക്ക് ഈ രണ്ട് ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടും. കാരണം അവര് പ്രാക്ടീസ് ഫാർമസിസ്റ്റുകൾ ആയതുകൊണ്ടുകൂടി ആയിരിക്കും. അപ്പൊ കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, പിന്നെ അത് കൂടാതെ കുറെ ക്വസ്റ്റ്യൻസ് സാർ ആയാലും ഇങ്ങനെ ക്ലാസ് ഇപ്പോ ഈ CNS ഒക്കെ ക്ലാസ് എടുക്കുമ്പോ അവര് കുറെ എക്സാമ്പിൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ തുടക്കം തുടങ്ങി ഇങ്ങനെയുള്ള കുറെ എക്സാമ്പിൾസ് കണ്ട് ആദ്യം നമുക്കൊന്നും മനസ്സിലാവില്ല. ഇങ്ങനെ ഇത്ര ഇയർ ഓൾഡ് വന്നു, ഇന്ന കേസ് പക്ഷെ ഇത് നമ്മൾ ആദ്യമേ തുടങ്ങി കണ്ട് പിന്നെ നമുക്ക് ഒരു കേസിനെ കാണുമ്പോഴേ മനസ്സിലാവും. കുറച്ച് ഡ്രഗ് കാണുമ്പോഴേ എങ്ങനെയോ അത് ഓട്ടോമാറ്റിക്കലി വരും, ഇന്നതായിരിക്കും ഇതിന്റെ ആൻസർ. അത് കുറെ പ്രാക്ടീസ് കൊണ്ട് ആദ്യം ഡിഫിക്കൽട്ട് ആണെങ്കിലും പ്രാക്ടീസ് കൊണ്ട് അത് ശരിയായി വരും. അങ്ങനെയാണ് കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെ പേടിക്കുന്നത് പോലെ ആദ്യം പേടിച്ചാലും അവസാനം അതിലേക്ക് ശരിയാവും. എത്ര സ്ട്രോങ്ലി എലൈറ്റ് എക്സ്പെർട്ടൈസിനെ വേറൊരു ക്യാബ്സ് ആബ്സ്റ്റുഡന്റ് റെക്കമെൻഡ് ചെയ്യും? ഞാൻ 100% എലൈറ്റ് എക്സ്പെർട്ടൈസിനെ റെക്കമെൻഡ് ചെയ്യും. ഞാനൊന്നും അറിഞ്ഞിട്ടല്ല എലൈറ്റ് എക്സ്പെർട്ടൈസിൽ ജോയിൻ ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് അത്രയ്ക്ക് ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ചും അറിയില്ലായിരുന്നു, എലൈറ്റിനെ കുറിച്ചും അറിയില്ലായിരുന്നു. ഞാനൊരു ഇതില് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയോ ഒരു ഭാഗ്യം കൊണ്ട് എവിടെയൊക്കെയോ സെർച്ച് ചെയ്ത് അങ്ങനെ എത്തിയത് പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയായിരുന്നു. അപ്പോ ഇത് നിങ്ങൾക്ക് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന മണിക്ക് 100% ബെനിഫിഷ്യൽ ആണ്. 100% നമുക്ക് ഫുൾ അതിന്റെ യൂസ് ഉണ്ട്. അത് അത്രയ്ക്കും നോളജ് കിട്ടും. ഉറപ്പായിട്ട് പാസ്സാവാനുള്ള എല്ലാ ടിപ്സും ട്രിക്സും ഇവർ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഒന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചുമ്മാ നമ്മൾ പഠിക്കുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. എല്ലാം പിന്നെ നമുക്ക് വേണ്ട കോൺഫിഡൻസ്, സപ്പോർട്ട് എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇത് ഏത് ക്യാബ്സ് ആസ്പിരന്റ് ആയിട്ടുള്ള ഏതൊരാൾക്കും കണ്ണു ചൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എന്റെ എക്സ്പീരിയൻസ് മാത്രമല്ല, എല്ലാവരുടെ എക്സ്പീരിയൻസ് ഞാൻ കണ്ടതാണ്. അപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ലൈക്ക് എക്സ്പെർട്ടീസ് ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് ഇപ്പോൾ ക്യാബ്സ്. പിന്നെ അത് വെറുതെ കുറെ പ്രോമിസുകൾ മാത്രമല്ല, അവരത്രയ്ക്കും ടീച്ചേഴ്സ് അല്ല, അത്രയ്ക്കും ഹാർഡ് വർക്കിംഗ് ടീച്ചേഴ്സ് ആണ്. അവരത്ര ഹാർഡ് വർക്കിംഗ് ടീച്ചർ, അതിന്റെ ഒരു റിസൾട്ട് ആണ് അവർക്ക് കിട്ടുന്നത്. അപ്പോ ഇത് വെറുതെ പ്രോമിസിംഗ് ആയ കുറെ വേർഡ്സോ പ്രോമിസിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളോ അല്ല. ഇത് ശരിക്കും റിയൽ ഒതന്റിക് ആയിട്ടുള്ള ഒരു ടീമാണ്. അവരുടെ കൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇത് അപ്പൊ അത് നമ്മൾ അവിടെ ജോയിൻ ചെയ്ത് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പോകും. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെസ്സേജ് പറയാനുണ്ടോ ഇനിയും ക്യാബ്സ് എഴുതുന്നവരോട്? എങ്ങനെ ഫോളോ ചെയ്യണം, എന്താണ് എന്നൊക്കെ? ക്യാബ്സ് എഴുതുന്നവര് നിങ്ങൾ എലൈറ്റിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ, എലൈറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ടീച്ചേഴ്സിനെ വിശ്വസിച്ച് ടീച്ചേഴ്സ് പറയുന്നത് മാത്രം ഫോളോ ചെയ്ത് പോയാൽ മതി. വേറെ നമ്മളായിട്ട് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജിയോ നമ്മളായിട്ട് എന്തെങ്കിലും ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മൾ എക്സ്ട്രാ പഠിക്കാൻ പോകുന്നു, ഒന്നും ചെയ്യണ്ട. ഇവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവർ പറയുന്നത് കേട്ട് മാത്രം പഠിച്ച് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അക്കാര്യത്തിൽ 100%. അപ്പോ താങ്ക് യു ശിവ. കാര്യങ്ങളൊക്കെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. PTക്ക് എഴുതാൻ പറ്റട്ടെ. Congratulations and all the best. Thank you.